എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ്, അതായത് ഏറ്റവും അവസാനത്തെ അലോട്ട്മെൻറ്റ് ജനുവരി 22 രാവിലെ 10 മണിക്ക് LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വിദ്യാർത്ഥികൾ ജനുവരി 22 രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് നേരിട്ട് ഹാജരാവുകയും നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കും. LBS വഴി നേരത്തെ നടത്തിയിട്ടുണ്ടായിരുന്ന അലോട്ട്മെൻറ്റുകൾ വഴി സർക്കാർ കോളേജുകൾ ഒഴികെ മറ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് നിരാക്ഷേപ പത്രം, അതായത് NOC കൊണ്ടുപോവേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വെച്ചിട്ടാണ് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുക. അപ്പോൾ ആദ്യം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ് റിലീസും അതിനുശേഷം നമുക്ക് LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസും കാണാം. അതുപോലെ തന്നെ LBSൻ്റെ അതായത് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ വേണ്ട ഓതറൈസേഷൻ ലെറ്റർ എന്താണ്, ആർക്കൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് ഹാജരാവാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് പകരമായിട്ട് മറ്റൊരാളെ അയക്കുവാനായിട്ട്, അതായത് മറ്റൊരാളെ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിങ്ങളുടെ സമ്മതപത്രത്തിനെയാണ് ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓതറൈസേഷൻ ഫോം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഓൾറെഡി നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അപ്പോൾ തന്നെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ സ്പോട്ട് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ LBSൻ്റെ ആദ്യം തന്നെ നമുക്ക് LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കൊല്ലം, അടൂർ, അതുപോലെ തന്നെ ആലപ്പുഴ, പാമ്പാടി, ഇടുക്കി, കളമശ്ശേരി, തൃശ്ശൂർ, പാലക്കാട്, മഞ്ചേരി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിങ്ങനെ ടോട്ടൽ 13 സ്ഥലങ്ങളിലെ LBS ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ അഡ്രസ്സ് അതുപോലെ തന്നെ ഫോൺ നമ്പർ എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെബ്സൈറ്റിൽ ഓൾറെഡി നൽകിയിട്ടുണ്ട്. അതായത് ഈ ഒരു PDF ഓൾറെഡി നൽകിയിട്ടുണ്ട്. ഇനി ഇതാണ് ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറയുന്നത്. ഇതെങ്ങനെ ഫില്ല് ചെയ്യാം എന്ന് ചോദിച്ചാൽ ഈ ഒരു ഇവിടെ നൽകിയത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് ഓർ പ്രോക്സി ഓഫ് കാൻഡിഡേറ്റ്, അതായത് നിങ്ങൾക്ക് പകരമായിട്ട് പങ്കെടുക്കുന്നയാളെയാണ് പ്രോക്സി എന്ന് പറയുന്നത്. ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രതിനിധി എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോം നൽകേണ്ടത് എല്ലാവരും ഇത് നൽകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ നിങ്ങൾ മറ്റൊരാളെ അയക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ഓതറൈസേഷൻ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ അറ്റസ്റ്റ് ചെയ്ത ശേഷം മറ്റൊരാൾക്ക് നൽകേണ്ടത്. അതായത് നിങ്ങൾ ആരെയാണോ അയക്കുന്നത് അവരുടെ കയ്യിൽ നൽകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ നേരിട്ട് പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് ഈ ഒരു ഫോം നൽകി, അതായത് ഈ ഒരു ഫോം അറ്റസ്റ്റ് ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് I എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. I എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ പേര് എഴുതുക. അതിനുശേഷം പിന്നീട് ശ്രീ ഓർ ശ്രീമതി എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ പാരൻറ്റിൻ്റെ പേര് എഴുതുക. അതിനുശേഷം വിത്ത് ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ളതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ റാങ്ക് നമ്പർ എന്നുള്ളതിന് ശേഷം നിങ്ങളുടെ റാങ്ക് എത്രാം റാങ്കാണ്, അതുപോലെ തന്നെ അത് സ്റ്റേറ്റ് മെറിറ്റിലാണോ ഏത് റാങ്ക് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ള കൃത്യമായിട്ട് ഇൻ എന്നതിന് ശേഷമുള്ള എടുത്ത് ഫില്ല് ചെയ്യുക. അതിനുശേഷം ഓതറൈസ്ഡ് ശ്രീ ഓർ ശ്രീമതി എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അവിടെ നിങ്ങൾ ആരെയാണോ അയക്കുന്നത് അവരുടെ പേരും അഡ്രസ്സും രേഖപ്പെടുത്തുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ ഫോട്ടോ ഒട്ടിക്കാനുള്ള ഭാഗമുണ്ട്. അവിടെ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കുക. അതിനുശേഷം നിങ്ങളുടെ പേര്, സിഗ്നേച്ചർ, അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, അഡ്രസ്സ് എന്നിവയൊക്കെ എഴുതേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ഫോട്ടോ നിങ്ങളൊരു ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കുക. അതിനുശേഷം ഇവിടെ ഗസ്റ്റഡ് ഓഫീസറുടെ പേര്, ഡെസിഗ്നേഷൻ എന്നിവ നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് നൽകിയ ശേഷം നൽകാനുള്ള ഭാഗമുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഒരു ഫോട്ടോഗ്രാഫ്, അതായത് ഈ ഒരു ഫോട്ടോഗ്രാഫ് ഓഫ് ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് അറ്റസ്റ്റഡ് ബൈ ദ കാൻഡിഡേറ്റ്, അതായത് നിങ്ങൾ ആരെയാണോ അയക്കുന്നത് അവരുടെ ഫോട്ടോ ഒട്ടിക്കുക. രണ്ടാമത്തെ ഒരു ഫോട്ടോ ഒട്ടിക്കാനുള്ള ഭാഗത്ത്. അതിനുശേഷം ഫോട്ടോയുടെ മുഖത്ത് കൊള്ളാത്ത രീതിയിൽ, ഡ്രസ്സിൽ കൊള്ളുന്ന രീതിയിൽ സിഗ്നേച്ചർ, അതായത് കുറച്ച് പുറത്തും ബാക്കി ഡ്രസ്സിനകത്തും വരുന്ന രീതിയിലായിട്ട് ഇടുക, അത് സിഗ്നേച്ചർ ഇടുക. അപ്പോൾ അതിനാണ് സെൽഫ് അറ്റസ്റ്റ് അല്ലെങ്കിൽ
സെൽഫ് അറ്റസ്റ്റ് എന്ന് പറയുന്നത്. നേരത്തെ ഉള്ള നിങ്ങളുടെ ഫോട്ടോ ഗസറ്റഡ് ഓഫീസറെ കൊണ്ടാണ് അറ്റസ്റ്റ് ചെയ്യിക്കേണ്ടത്. അതിനുശേഷം പിന്നീട് നിങ്ങളുടെ സിഗ്നേച്ചർ ഇടാനായിട്ട് സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് എന്നുള്ളത് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ പ്ലേസ്, ഡേറ്റും അതുപോലെ തന്നെ സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നോക്കാം. അപ്പോൾ അതായത് സ്പോട്ട് അലോട്ട്മെൻ്റ് ആണിത്. ഇത് ലാസ്റ്റ് അലോട്ട്മെൻ്റ് ആവാൻ സാധ്യതയൊന്നുമില്ല. ഇനിയും സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 22-ാം തീയതിയാണ് ഈ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അന്നേ ദിവസം രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ LBSൻ്റെ ജില്ലാ സെൻറ്ററിൽ നേരിട്ട് ഹാജരായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരമായിട്ട് മറ്റൊരാളെ അയച്ചുകൊണ്ടോ നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. 11 മണി വരെയാണ് രജിസ്ട്രേഷൻ. 11 മണിക്ക് ശേഷം, അതായത് 22-ാം തീയതി 11 മണിക്ക് ശേഷം യാതൊരു കാരണവശാലും രജിസ്ട്രേഷൻ അനുവദിക്കില്ല. അതുപോലെ തന്നെ LBS നടത്തിയ മുൻ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിയിട്ടുണ്ട് എങ്കിൽ ഗവൺമെൻറ് കോളേജ് അല്ല എന്നാണെങ്കിൽ നിങ്ങൾ NOC നിർബന്ധമായിട്ടും ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അത് സെൽഫ് ഫിനാൻസിലാണ് നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുള്ളത് എങ്കിലാണ് NOC ആവശ്യമായിട്ടുള്ളത്. ഒഴിവുള്ള സീറ്റുകളുടെ വിവരങ്ങൾ LBS വെബ്സൈറ്റിലും ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിലും പ്രസിദ്ധീകരിക്കും. നിലവിൽ അത് വന്നിട്ടില്ല. അതുപോലെ തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നവരുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അലോട്ട്മെൻറ്റ് നടത്തുക. റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിലും ഫെസിലിറ്റേഷൻ സെൻറ്ററുകളിലും പ്രസിദ്ധീകരിക്കുന്നതാണ്. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കുകയും ചെയ്ത ശേഷം നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ ടോക്കൺ ഫീസ് തിരികെ കിട്ടുന്നതല്ല. അതിനാൽ തന്നെ പ്രവേശനം നേടാൻ താല്പര്യമുള്ളവർ മാത്രമേ ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ടോക്കൺ ഫീസായിട്ട് 10,000 രൂപയും SC ST OEC അതുപോലെ തന്നെ ചിൽഡ്രൻസ് ഓഫ് ഫിഷർമാൻ വിഭാഗക്കാർ 100 രൂപയുമാണ്. അപ്പോൾ തന്നെ LBS സെൻറ്റർ മുഖേന ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കേണ്ടത്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയും അസൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് 2025 ജനുവരി 23 അതത് കോളേജിൽ നേരിട്ട് ഹാജരായി അഡ്മിഷൻ നേടണം. അപേക്ഷ നേരിട്ട് ഹാജരാകുന്നില്ലെങ്കിൽ മാത്രം 3-ാമത്തെ പേജിലുള്ള ഓതറൈസേഷൻ ഫോം ഹാജരാക്കിയാൽ മതി. അതായത് നേരത്തെയുള്ള ഫോമാണ് ഓതറൈസേഷൻ ഫോം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് നേരിട്ട് പോകാൻ സാധിക്കില്ലെങ്കിൽ മറ്റൊരാളെ അയക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.